കാറ്റത്ത് കിളിക്കൂടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സുനന്ദയുടെ നിശ്ചയത്തിന്റെ ദിവസം അവിടെ നിന്ന് ഉച്ചത്തിൽ പാട്ട് വെച്ചിരിക്കുക. ആ പാട്ട് കേട്ട് ടെൻഷനോടെ ഉമ്മറത്തിട്ട കട്ടിലിൽ ഇരിക്കുകയാണ് സുഭാഷ്. നിധി അവന്റെ അടുത്തേക്ക് ചെന്ന് എന്താ ഒറ്റയ്ക്ക് ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോ ഏയ് ഒന്നുമില്ല, ഞാൻ വെറുതെ പാട്ട് കേട്ട് വെറുതെ ഇരുന്നതാ എന്നൊരു പതർച്ചയോടെ അവൻ പറയുമ്പോ സുഭാഷ് ഏട്ടന് വിഷമമുണ്ടോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. സങ്കടത്തിനിടയിലും മുഖത്തൊരു ചിരിവരുത്തിക്കൊണ്ട് ഞാനെന്തിനു വിഷമിക്കണം എന്ന് സുഭാഷ് ചോദിക്കുമ്പോ ഇന്ന് സുനന്ദയുടെ എൻഗേജ്മെന്റാ എന്ന് നിധി പറയുന്നുണ്ട്. എനിക്കറിയാം, അതിന്റെ പാട്ടൊക്കെയല്ലേ കേൾക്കുന്നത്. അവളുടെ വീട്ടുകാർ എന്തായാലും നല്ലൊരു ചെക്കിനെ തന്നെ ആയിരിക്കും അവൾക്ക് വേണ്ടി കണ്ടെത്തിയിരിക്കുക. എന്തായാലും അവള് നന്നായിരിക്കുമല്ലോ, അത് മതി, ഞാൻ വെറുതെ ഇവിടെ ഇരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് സുഭാഷ് എഴുന്നേൽക്കുമ്പോഴേക്കും സുധീഷും നികേഷും ഉമ്മറ വാതിക്കൽ നോക്കി നിൽപ്പുണ്ട്. അവരെ കണ്ട് അത് ശരി, നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കായിരുന്നു എന്ന് സുഭാഷ് ഏട്ടൻ ചോദിക്കുന്നുണ്ടെങ്കിലും അവർ ടെൻഷനോടെ സുഭാഷ് ഏട്ടനെ തന്നെ നോക്കി നിൽപ്പാ. അത് കാണേ എന്താടാ ഇങ്ങനെ നോക്കുന്നേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല, നിങ്ങളിങ്ങനെ ചുറ്റും നിന്ന് നോക്കുമ്പോഴേ എനിക്ക് തന്നെ എന്തോ പോലെ തോന്നുക എന്ന് പറഞ്ഞ് സുഭാഷും അകത്തോട്ട് കയറി പോവുകയാ. പിന്നീട് നിധിയും സുധീഷും നികേഷും എല്ലാം ഡൈനിങ് ഹാളിലേക്ക് എത്തുമ്പോഴേക്കും അവിടെ നിൽക്കായിരുന്ന സുഭാഷും ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാമെന്ന് പറയുന്നുണ്ട്. എവിടേക്കെന്ന് സുധീഷ് ചോദിക്കുമ്പോ ജോലിക്കെന്ന് സുഭാഷും. ജോലിക്കോ? ഇന്ന് ഞായറാഴ്ചയല്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോ അത് അത്യാവശ്യമായിട്ട് തീർക്കേണ്ട ഒരു പണിയുണ്ട്, അതുകൊണ്ടാണ് ഒരു വിധത്തിൽ പറഞ്ഞപ്പിച്ച് അവൻ റൂമിലേക്ക് കയറുകയാണ്. റൂമിൽ കയറി ജനൽ കമ്പിയും പിടിച്ച് അവൻ സുനന്ദയാണ് ഓർമ്മിക്കുന്നത്. അന്നവൾ അടുക്കളയിലെത്തി തന്നെ ചേർത്ത് പിടിച്ച് കരഞ്ഞ് വീട്ടിലൊരു പെണ്ണ് കാണാൻ ഇന്ന് ആള് വരും, സുഭാഷേട്ടനെ അല്ലാതെ എനിക്ക് വേറൊരാളെ ആലോചിക്കാൻ കൂടി പറ്റില്ല എന്നൊക്കെ അവൾ പറഞ്ഞതോർക്കെ സങ്കടത്തോടെ അവന്റെ കണ്ണും നിറഞ്ഞൊഴുകുകയാ. അപ്പോഴാണ് ഡൈനിങ് ഹാളിൽ ചാർജ് ചെയ്തിട്ട സുഭാഷിന്റെ മൊബൈൽ റിംഗ് ചെയ്യുന്നത്. സുധീഷ് ആ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്പുറത്ത് പണിക്കാരൻ ബയ്യയായിരുന്നു. സുധീഷാണെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷേട്ടൻ എവിടെയെന്ന് അയാളും. സുഭാഷേട്ടൻ ഇവിടെയുണ്ട്, നിങ്ങൾക്ക് ഇന്ന് സൈറ്റിൽ വല്ല പണിയുമുണ്ട് എന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഇല്ലല്ലോ, ഞാൻ വേറൊരു കാര്യം പറയാൻ വിളിച്ചതാ എന്നയാളും. എന്നാ താൻ തിരിച്ചു വിളിക്കാൻ പറയാമെന്ന് പറഞ്ഞ് സുധീഷും കോൾ വെക്കുകയാ. സുധീഷ് നികേഷിനോടും നിധിയോടുമായി ഇന്നൊരു പണിയുമില്ല, നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഇരിക്കാൻ പറ്റാത്തോണ്ടാ പുറത്തിറങ്ങാൻ നോക്കുന്നത് എന്ന് പറയുമ്പോ അതിന് നമ്മളൊന്നും ചോദിച്ചില്ലല്ലോ എന്ന് നികേഷ്. എടാ അങ്ങനെയല്ല, ഒറ്റയ്ക്കിരുന്ന് വിഷമിക്കുന്നത് നമ്മൾ കാണണ്ടെന്ന് കരുതിയിട്ടാ എന്ന് സുധീഷ് പറയുമ്പോഴേക്കും ജോലിക്ക് പോവാൻ റെഡിയായി റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് സുഭാഷും. സുധീഷ് സുഭാഷിനോടായി സുഭാഷേട്ടാ ഇപ്പൊ എന്തിനാ ഇവിടുന്ന് എസ്കേപ്പ് ആവുന്നതെന്ന് ഞങ്ങൾക്കറിയാം, ഇനി പൊന്നേട്ടാ അവരെന്ത് വേണേലും ചെയ്തോട്ടെ, അതിന് നമ്മളിങ്ങനെ വിഷമിക്കുന്നതിൽ എന്ത് കാര്യമാ ഉള്ളത്? അവളുടെ നിശ്ചയം ഇന്നായതുകൊണ്ട് സുഭാഷേട്ടൻ എന്തിനാ ഓടി ഒളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ അല്ല, എങ്ങോട്ടേലും പോവാനാണെങ്കിൽ നമുക്കൊരുമിച്ച് പോവാം, ബീച്ചിലേക്കോ തിയേറ്ററിലേക്കോ എവിടെ വേണേലും പോവാം, എന്തിനു വെറുതെ ഒറ്റയ്ക്ക് പോയി വല്ലയിടത്തും വിഷമിച്ചിരിക്കുന്നത് എന്ന് നികേഷ് ചോദിക്കുമ്പോഴേക്കും അങ്ങോട്ടെത്തുന്ന അച്ഛനും എന്താടാ വലിയ ചർച്ചയാണല്ലോ എന്ന് ചോദിച്ച് തന്റെ കയ്യിലെ കവർ സുഭാഷിനായി കൊടുത്ത് കോഴിയിറച്ചിയാ ബിരിയാണിക്കുള്ളത്, പകുതിയെടുത്ത് നല്ല ദം ബിരിയാണി ഉണ്ടാക്കുക, ബാക്കി പോരിക്ക്, ഉച്ചയ്ക്ക് നമുക്കങ്ങ് പൊളിക്കാം. എന്താടാ അങ്ങനല്ലേന്ന് അച്ഛൻ ചോദിക്കുമ്പോ സുഭാഷിയുടെ മൂഡ് ഓഫിലാണോന്ന് പോലും നോക്കാതെ നിങ്ങൾക്ക് ചിക്കൻ ഉണ്ടാക്കാൻ അങ്ങ് കൽപ്പിച്ചാ മതിയല്ലോ എന്ന് നികേഷ് പറയുമ്പോ അതെ, ഞങ്ങൾ എന്താ ഇവിടെ വല്ല ഹോട്ടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണോ? നിങ്ങൾക്ക് തോന്നുമ്പോ ഇവിടെ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ഉണ്ടാക്കി തരാനായിട്ട് എന്ന് സുധീഷും ചോദിക്കുന്നുണ്ട്. എന്ത് പിണ്ണാക്കിലെ മൂഡ് ഓഫ് ആടാ, ഇവിടെ ആരെങ്കിലും ചത്തോ അതോ മാറാ രോഗം വന്ന് കിടപ്പിലായോ? ഇല്ലല്ലോ സുഭാഷേ, നീ പോയി തീ കൂട്ടി ദമ്മിടറാ, വേഗം വേണം എന്ന് പറഞ്ഞൊരു പാട്ടും പാടിക്കൊണ്ട് അച്ഛൻ ഉമ്മറത്തേക്ക് ഇറങ്ങി പോവുകയാണ്. കാലെ വാരി നിലത്തടിച്ച് തല തല്ലിപ്പൊളിച്ചാ തീരും ഈ കോപ്രായമൊക്കെ എന്ന് സുധീഷ് ദേഷ്യത്തോടെ നികേഷിനോടായി പതിയെ പറയുമ്പോഴേക്കും മിണ്ടാതിരിക്കെ നിശ്ചേട്ടനായി തുടങ്ങി വെക്കണ്ടെന്ന് നികേഷും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ധിയം നിങ്ങൾക്ക് മനസ്സിലാവാത്തോണ്ടാ അച്ഛൻ ഇപ്പോഴത്തെ ഒരു മൂഡ് മാറ്റാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന നിങ്ങളുടെ സ്റ്റൈല് നിങ്ങളുടേത് പോലെ അല്ലല്ലോ എന്ന് പറയുമ്പോഴേക്കും അച്ഛനും ഉമ്മറത്തെ ചാരുകസേരയിലേക്ക് ഇരിക്കുന്നുണ്ട്. എന്തായാലും സുഭാഷേട്ടൻ കുക്ക് ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം എന്ന് നിധി പറയുന്നത് കേൾക്കെ അമ്പരപ്പോടെ താനോ എന്ന് സുധീഷും ചോദിക്കുക. എന്താ ഞാൻ ഉണ്ടാക്കിയാ നിങ്ങൾക്ക് ഇറങ്ങില്ലേ? എന്നെ നികേഷ് ഹെൽപ്പ് ചെയ്യുമെന്ന് നിധി പറയുമ്പോ അയ്യോ എടത്തി എനിക്കൊന്നും അറിയില്ല കേട്ടോ എന്ന് നികേഷും. ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു 100 വീഡിയോ ഉണ്ട്, അത് നോക്കി അങ്ങ് ചെയ്യും, അത്രേ ഉള്ളൂ, നീ ഇങ്ങു വാ എന്ന് പറഞ്ഞ് നികേഷിനെ വിളിച്ച് സുഭാഷേട്ടൻ അതിങ്ങോട്ട് തായെന്ന് നിധി പറയുമ്പോ അങ്ങ് കൊടുക്കു സുഭാഷേട്ടാ എന്ന് പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് ആ ചിക്കൻ കവർ വാങ്ങിക്കൊണ്ട് സുധീഷ് ദാ ചെല്ല് എന്ന് ഇന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം വിധം അങ്ങ് നശിപ്പിക്കുക, ഹോട്ടലിൽ നിന്ന് കഴിച്ചോളാം പിടിച്ചെന്ന് പറയുമ്പോഴേക്കും നിധി അത് വാങ്ങിക്കൊണ്ട് കഴിക്കാൻ നേരത്ത് കയറി വന്നാലേ ദമ്മിലിടുന്ന കല്ലെടുത്ത് തലക്കെറിയും. നീ വാടാന്ന് പറഞ്ഞ് നികേഷിനെ വിളിച്ചുകൊണ്ട് അവിടുന്ന് പോവുകയാ നിധി. സുധീഷും സുഭാഷിനോടെ എങ്ങും പോവേണ്ടെന്ന് പറഞ്ഞ് അകത്ത് പോയി റെസ്റ്റ് എടുക്കാനായി പറഞ്ഞു വിടുന്നുണ്ട് റൂമിലേക്ക്. അപ്പോഴേക്കും അച്ഛനവിടെ ഉമ്മറത്തെ കട്ടിലിരുന്ന് ബ്രാൻഡി അടിക്കാനായി തുടങ്ങിയിരുന്നു. അങ്ങോട്ട് ബൈക്കിലെത്തിയ ഹരീഷും പാട്ട് കേട്ട് ദേഷ്യത്തോടെ ഉമ്മറത്തേക്ക് കയറിക്കൊണ്ട് അച്ഛനെ നോക്കി രാവിലെ തന്നെ തുടങ്ങിയോ എന്ന് ചോദിക്കുമ്പോ ഉച്ചയ്ക്ക് ബിരിയാണിയാ, അതിനു മുമ്പ് രാവിലത്തെ പുട്ടും കടലയും ഒന്ന് ദഹിക്കണം, നീ ചെല്ലെന്ന് പറയുമ്പോഴേക്കും അവനും അകത്തോട്ട് കയറി പോവുകയാ. അവിടെ സുധീഷും നികേഷും ഡൈനിങ് ഹാളിലെ സോഫയിലിരുന്ന് പഞ്ചഗുസ്തി തുടങ്ങിക്കഴിഞ്ഞിരുന്നു. ഹരീഷ് അങ്ങോട്ട് ചെന്ന് എന്താടാ ഇത്, എന്താ ഈ കേൾക്കണേ
എന്തൊരു ശബ്ദമായി ഇത് എന്ന് ചോദിച്ച് കസേരയിലേക്ക് ഇരിക്കുമ്പോഴേക്കും ഇത്രയും നേരം സമാധാനമുണ്ടായിരുന്നു, ഇപ്പൊ പിന്നെയും തുടങ്ങിയെന്ന് നികേഷും. അത് കേൾക്കെ സുധീഷും, അന്ന് എന്റെ കല്യാണത്തിന് നിങ്ങൾ എല്ലാരും കൂടി അർമാദിച്ചില്ലേ, എന്നുള്ള പ്രതികാരമായിരിക്കുമെന്ന് സുധീഷ് പറയുമ്പോ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്തില്ലല്ലോ. നികേഷും ചോദിക്കുന്നുണ്ട്. സുഭാഷേട്ടൻ എവിടെയെന്ന് ഹരീഷ് ചോദിക്കുമ്പോ അകത്തുണ്ട്. ഒരുവിധം സമാധാനിപ്പിച്ചിരുത്തിയതാന്ന് സുധീഷ് പറയുമ്പോ നല്ല വിഷമമുണ്ടല്ലേ എന്ന് ഹരീഷും ചോദിക്കുക. പിന്നെ പ്രേമിച്ച പെണ്ണിന്റെ കല്യാണം നടക്കുമ്പോ വിഷമമില്ലാണ്ടിരിക്കൂ, അല്ലെങ്കിൽ പിന്നെ നിന്നെ പോലെ ഒരു അന്തോ കുന്തോ ഇല്ലാത്തവനായിരിക്കണം എന്ന് ഹരീഷിനിട്ട് കൊള്ളിച്ചോണ്ട് സുധീഷ് പറയുമ്പോ ഹരീഷിനും ദേഷ്യം വരികയാ. അല്ല, ഫീലിങ്സ് ഒന്നും ഇല്ലാത്തവനെന്നേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ എന്ന് പറഞ്ഞ്, എടാ ഹരീഷേ, നമുക്ക് 3 പേർക്കും ആ നിശ്ചയം അങ്ങ് പൊളിച്ചാലോ എന്ന് പറയുമ്പോഴാണ് നിധി അങ്ങോട്ട് വരുന്നത്. ഇലയിൽ ചവിട്ടി വഴക്കുണ്ടാക്കുമെന്നൊക്കെ പറയുന്ന പോലെ കുഴപ്പമുണ്ടാക്കാമെന്നേ എന്ന് സുധീഷ് പറയുന്നത് കേൾക്കെ, എന്ത് നിങ്ങളുടെ ഉദ്ദേശം? അമ്പലത്തിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവള് വന്നില്ല. വീട്ടുകാർ നിശ്ചയിച്ച ആളെ തന്നെ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. അതിന് ഇനി ആ വഴിക്കങ്ങ് വിട്ടാ പോരെ? നിങ്ങൾ എന്തിനാ അനാവശ്യ കാര്യങ്ങൾക്കായി നിൽക്കുന്നത്? ഈ വീട്ടിൽ നിന്ന് ആരും ഇനി ആ വീട്ടിലേക്ക് പോവാനേ പാടില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നില്ലേ എന്ന് നിധി ദേഷ്യത്തോടെ ചോദിക്കുമ്പോ എന്ന് സുധീഷും പറയുന്നുണ്ട്. ഹരീഷേട്ടാ, ആ ചെറുക്കൻ എങ്ങനെയുണ്ടെന്ന് നികേഷ് ചോദിക്കുമ്പോ എങ്ങനെയായാലും നമുക്ക് എന്താടാന്ന് ഹരീഷും. അതല്ല ഹരീഷേട്ടാ, അത് നമ്മുടെ സുഭാഷേട്ടനേക്കാൾ ഭംഗിയുണ്ടോന്ന് അറിയാനാ എന്ന് നികേഷ് പറയുമ്പോ ഏതോ ദുബായിക്കാരനാണെന്നാ കേട്ടെ എന്ന് സുധീഷും. എന്ന് വെച്ച് ഭംഗി ഉണ്ടാവണമെന്നുണ്ടോ എന്ന് നികേഷ് ചോദിക്കുമ്പോ അത് വേണമെങ്കിൽ ഞാൻ പോയി നോക്കാട്ടോ എന്ന് സുധീഷും. എന്ത് കാര്യത്തിനെന്ന് നിധി ചോദിക്കുമ്പോ നമ്മുടെ ചേട്ടനേക്കാളും കൊള്ളാവുന്ന ഒരാളാണെന്ന് അറിയണ്ടേ എന്ന് സുധീഷ് പറയുമ്പോ അതെ, പറ്റിയ ഒരു ഫോട്ടോ എടുക്കണേ എന്ന് നികേഷും. അവരെങ്ങനെയോ ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താന്ന് നിധി ചോദിക്കുമ്പോ വേണ്ടാത്ത പണിയാണെന്നാ എനിക്ക് തോന്നുന്നേ എന്ന് ഹരീഷും. നിശ്ചയം നടക്കുന്ന വീടാ, അവിടെ പോയി കുഴപ്പമുണ്ടാക്കിയ അത് അതിലും വലിയ പ്രശ്നമാവും എന്ന് നിധി ഓർമ്മിപ്പിക്കുമ്പോ കുഴപ്പമുണ്ടാക്കാനല്ലല്ലോ നമ്മൾ പോകുന്നേ, ആ പയ്യൻ എങ്ങനെയുണ്ടെന്ന് അറിയാനല്ലേ പോകുന്നത് എന്ന് സുധീഷ് ചോദിക്കുമ്പോ അതിന് നിങ്ങളെ ക്ഷണിച്ചിട്ടുണ്ടോ എന്ന് നിധിയും ചോദിക്കുന്നുണ്ട്. അല്ല, അതിന് ഞാനാണ് ചെല്ലുന്നതെന്ന് അവരറിയാഞ്ഞ പോരെ എന്ന് സുധീഷ് ചോദിക്കുമ്പോ ആഹാ, ഒരു കാര്യം ചെയ്യേ, ആ കവിളിലൊരു കറുത്ത അരിമ്പാറ കൂടി വെച്ചു, അപ്പോ ഒട്ടും ആളെ അറിയില്ല എന്ന് നിധിയും. അത് കേൾക്കാൻ നികേഷിനും ഹരീഷിനും ചിരി വരുമ്പോഴേക്കും സുധീഷും എഴുന്നേറ്റുകൊണ്ട് ഹലോ ഹലോ, ഇയാളല്ലേ എന്നോട് ഇനി മിണ്ടില്ലെന്നും ഞാൻ വേറൊരാളാണെന്നും ഒക്കെ പറഞ്ഞത്, പിന്നെ എന്തിനാ ഇപ്പൊ എന്നെ തടയാൻ വരുന്നത്? ഞാൻ അവിടെ ചെന്ന ആളുകൾ എന്നെ തല്ലിയാലും ഇയാൾക്കെന്താ സങ്കടമുണ്ടോന്ന് സുധീഷ് ചോദിക്കുമ്പോ അയ്യടാ, ഇയാൾക്ക് നാട്ടുകാരുടെ തല്ലുകൊള്ളാൻ യോഗമുണ്ടെങ്കിൽ എനിക്കെന്താ, പോയി കൊണ്ടേച്ചു വരണമെന്ന് നിധിയും. നികേഷിനെ ഹെൽപ്പ് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞതല്ലേ, വന്നേ എന്ന് പറഞ്ഞ നിധി കിച്ചണിലേക്ക് പോകുമ്പോഴേക്കും വരാമെന്ന് പറഞ്ഞ നികേഷും എഴുന്നേറ്റ് പോവുകയാ. അപ്പൊ അതും ചീറ്റിയെന്ന് ഹരീഷ് പറയുമ്പോ എന്തെന്ന് സുധീഷ്. അല്ല, അവസാനം സെന്റിമെന്റ്സ് ഇറക്കാൻ നോക്കിയതല്ലേ, ഏടത്തി അടിച്ച് തൂഫാനാക്കിയല്ലേ എന്ന് ഹരീഷ് ചോദിക്കുമ്പോ ചെറുതായിട്ട് എന്ന് ചമ്മലോടെ സുധീഷും ആ ചെയറിലേക്ക് ഇരിക്കുക. പിന്നീട് അടുക്കളയിൽ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുന്ന നികേഷിനെയാണ് കാണിക്കുന്നത്. ഏട്ടത്തി, ഇത് കഴുകിയത് മതിയൊന്ന് നികേഷ് ചോദിക്കുമ്പോൾ എത്ര തവണയായി എന്ന് നിധി ചോദിക്കുന്നുണ്ട്. 2 തവണയെന്ന് അവൻ പറയുമ്പോൾ 1 തവണ കൂടി കഴുകിക്കോ, ആ റെഡ് ആയിരിക്കുന്നതൊക്കെ മാറണമെന്ന് നിധിയും. നിധി എവിടെ എന്തോ തിരഞ്ഞോണ്ടിരിക്കുക. ഏടത്തി എന്താ നോക്കുന്നതെന്ന് നികേഷ് ചോദിക്കുമ്പോൾ ബിരിയാണി വെക്കാൻ ഒരു പാത്രം വേണ്ടേ എന്ന് നിധി പറയുമ്പോഴേക്കും നികേഷും അവിടെ ഇരുന്ന് ചെറിയൊരു പാൻ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് മതിയൊന്ന് ചോദിക്കുമ്പോൾ ബിരിയാണി വെക്കാനോ, ഇത് ബിരിയാണിയുടെ കൂടെ വിളമ്പാനുള്ള പപ്പടം കാച്ചാൻ എടുക്കാമെന്ന് നിധിയും. ഇത് മതിയാവുമെന്ന് പറഞ്ഞ് അവളൊരു ചെറിയ കുക്കർ എടുക്കുമ്പോഴേക്കും ഹരീഷും അങ്ങോട്ടെത്തി. തുടങ്ങിയോ, താനും ഹെൽപ്പ് ചെയ്യട്ടെ, സവാള അരിയാനോ മറ്റെന്തെങ്കിലും എന്ന് ഹരീഷ് ചോദിക്കുമ്പോ വേണ്ട, ഞാനും നികേഷും കൂടി ചെയ്തോളാമെന്ന് നിധിയും. തേടി വന്ന സഹായത്തിന് എന്തിനാ വേണ്ടെന്ന് വെക്കുന്നത്, ഹരീഷേട്ടൻ ചെയ്തോളൂ എന്ന് പറഞ്ഞ് സവാള അരിഞ്ഞ് കണ്ണരിയട്ടെ പാവം എന്ന് നിധിയോടായി ശബ്ദം താഴ്ത്തി പറഞ്ഞ് ഹരീഷിനോട് സവാള അരിയാൻ പറയുകയാ നികേഷ്. അവൻ സവാള അരിയാനായി തുടങ്ങുമ്പോഴേക്കും ഇനി എന്താ പരിപാടി എന്ന് നികേഷ് ചോദിക്കുക. മസാലപ്പൊടികളെല്ലാം വേണമെന്ന് പറയുമ്പോഴേക്കും നികേഷ് അത് എടുത്തു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഹരീഷും സവാള അഴിഞ്ഞു തീർക്കുകയാണ്. നല്ല പ്രാക്ടീസ് ആണല്ലോ എന്ന് നിധിയും പറയുന്നുണ്ട്. അപ്പോഴേക്കും നിധി അരി കഴുകിയത് വാങ്ങിച്ച് വേവിക്കാനായി വെക്കുകയാണ്. ആദ്യം ഇത് വേവിക്കാൻ വെക്കാം, എന്നിട്ട് നെറ്റിൽ നോക്കി എന്താന്ന് വെച്ചാൽ ചെയ്യാമെന്ന് പറഞ്ഞ് അവൾ സ്റ്റവ് കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് കത്തുന്നുണ്ടായിരുന്നില്ല. ഹരീഷ് ഗ്യാസ് കുറ്റി എടുത്ത് നോക്കുമ്പോഴേക്കും ഗ്യാസ് ഇല്ല. വേറൊരു സിലിണ്ടർ കൂടി ഇല്ലെന്ന് നിധി ചോദിക്കുമ്പോ ഒന്നേ ഉള്ളൂ എന്ന് ഹരീഷ്. അതെന്താ 2 എണ്ണം ഇല്ലാത്തെന്ന് നിധി ചോദിക്കുമ്പോ അതെ, എന്താ 2 എണ്ണം ഇല്ലാത്തെന്ന് ഹരീഷും നികേഷും പരസ്പരം ചോദിക്കുക. നിധി ദേഷ്യത്തോടെ അവരെ നോക്കുമ്പോഴേക്കും നമുക്കൊരു കാര്യം ചെയ്യാം, സുഭാഷ് ഏട്ടനെ വിളിക്കാം, അതാ നല്ലതെന്ന് നികേഷും. തുടങ്ങിയത് കൂടിയില്ല, അപ്പോഴേക്കും സുഭാഷ് ഏട്ടനെ ബുദ്ധിമുട്ടിക്കണം എന്ന് നിധി ചോദിക്കുമ്പോ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ എന്ത് വേണമെന്ന് സുഭാഷ് ഏട്ടനല്ലേ അറിയൂ എന്ന് നികേഷും പറയുന്നുണ്ട്. എന്തായാലും സുഭാഷ് ഏട്ടനെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് നിധി പറയുമ്പോ പക്ഷേ തീയില്ലാതെ എങ്ങനെ പാചകം ചെയ്യും, ഒരു കാര്യം ചെയ്യാം, എല്ലാം എടുത്ത് മാറ്റിവെക്കാം, ഉച്ചയ്ക്ക് ബിരിയാണി പുറത്തുനിന്ന് മേടിക്കാം എന്ന് നികേഷ് പറയുമ്പോ ഇത്രയും ചിക്കൻ എന്ത് ചെയ്യുമെന്ന് നിധിയും ചോദിക്കുക. എടുത്തു വെക്കണമെന്ന് നികേഷ് പറയുമ്പോ എവിടെ വെക്കും, ഫ്രിഡ്ജ് കേടല്ലെന്ന് ഹരീഷും. ഈ വീട്ടിൽ വർക്ക് ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടോ, ഫാൻ തിരിയില്ല, ഫ്രിഡ്ജ് കേട്, TV കേട്, ഭക്ഷണം വെക്കുന്ന പാത്രങ്ങളില്ല, ഗ്യാസ് ഇല്ല, ഇത്രയും വർഷം സുഭാഷ് ഏട്ടൻ എങ്ങനെയാ നിങ്ങൾക്ക് വെച്ചും വിളമ്പിയും തന്നതെന്ന് ഓർക്കുമ്പോഴാ എന്ന് നിധി ചോദിക്കുമ്പോഴേക്കും ഡ്രസ്സെല്ലാം മാറി. എന്താ പ്രശ്നമെന്ന് ചോദിച്ച് സുഭാഷും അങ്ങോട്ടെത്തുകയാണ്. അത് ഗ്യാസ് തീർന്നു പോയി ഏട്ടാന്ന് നികേഷ് പറയുമ്പോ ഓ അത് ഇന്നലെ തീർന്നതാ, ഞാൻ വിളിച്ചു പറയാൻ മറന്നുപോയെന്ന് സുഭാഷ് പറയുമ്പോ ബിരിയാണി ഉണ്ടാക്കാൻ നോക്കിയതാ എന്ന് ഹരീഷും. അത് സാരമില്ല, പുറത്തെ വിറകടുപ്പുണ്ട്, ഞാൻ അതിലുണ്ടാക്കി തരാം
എന്ന് സുഭാഷ് പറയുമ്പോ കണ്ടോ സുഭാഷ് ഏട്ടൻ വന്നു, പ്രശ്നം സോൾവ് ആയി എന്ന് നികേഷും സന്തോഷത്തോടെ പറയുക. ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം സുഭാഷ് ഏട്ടാന്ന് നിധി പറയുമ്പോ വേണ്ട മോളെ, ഒന്നാമത് ഗ്യാസിൽ ഉണ്ടാക്കുന്നത് പോലെ അത്ര ഈസിയല്ല എന്ന് സുഭാഷ് പറയുമ്പോ സുഭാഷ് ഏട്ടാ ഇത് ഞങ്ങൾ തീരുമാനിച്ചതാ, അത് ഞങ്ങൾ തന്നെ ചെയ്യുമെന്ന് നിധിയും. അല്ല ഈ അടുപ്പൊക്കെ ഊതിക്കത്തിച്ച് മോളെ അത് നിനക്ക് ശീലമില്ലാത്തതല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോ അതൊക്കെ ഹരീഷ് ഹെൽപ്പ് ചെയ്തോളൂ എന്ന് നിധി ചോദിക്കുമ്പോ ഹരീഷും അത് സമ്മതിക്കുക. അത്രയുള്ളൂ, സുഭാഷ് ഏട്ടൻ പോയി റെസ്റ്റ് എടുത്തോ, ഇന്നത്തെ പാചകം ഞങ്ങളുടെ വകയാ, അത് ഞങ്ങൾ ചെയ്യും അല്ലടാ നികേഷേ എന്ന് നിധി ചോദിക്കുമ്പോ അതെ, ഞാൻ ഈ കോഴി ഇറങ്ങി ഓടിക്കഴിഞ്ഞാ അതിന്റെ പിന്നാലെ ചെന്ന് ഇറങ്ങി പിടിച്ച് ബിരിയാണി ഉണ്ടാക്കും, അത്രയ്ക്ക് വാശിയില്ല എന്ന് നികേഷും. ശരി അതെ എന്ത് വേണേലും ചെയ്തോ, പക്ഷേ സൂക്ഷിച്ച് എന്ന് ഓർമ്മിപ്പിച്ച് സുഭാഷ് അവിടുന്ന് പോകുമ്പോഴേക്കും അപ്പോ ചലോ വിറകെടുപ്പ് എന്ന് പറഞ്ഞ് നികേഷ് പോകുമ്പോഴേക്കും നിധിയും ഹരീഷും അവന്റെ പുറകെ പോവുകയും പിന്നീട് മുറ്റത്തിരുന്ന് പച്ചക്കറിയെല്ലാം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിധി. ഹരീഷ് വിറകടുപ്പിൽ കത്തിക്കാനുള്ള വിറകുമായി വരികയാ. നികേഷിനോടായി സുധീഷ് അവരുടെ വീട്ടിലേക്ക് പോയി കാണുന്നില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ വിറകുമായി വരികയായിരുന്ന ഹരീഷും അതിനെക്കുറിച്ച് ആലോചിക്കണ്ട വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. അതല്ല, പോയിട്ട് കുറെ നേരമായല്ലോ, ഇങ്ങനെയെങ്കിലും അവരുടെ കണ്ണിൽപ്പെട്ട അവരത് വലിയ ഇഷ്യൂ ആക്കി മാറ്റും, പോലീസ് സ്റ്റേഷനിൽ വരെ കയറ്റം അടിക്കില്ലെന്ന് നിധിയും പറയുന്നുണ്ട്. എന്റെ പേടി ഏട്ടത്തി പറഞ്ഞ പോലെ എല്ലാവരും കൂടി എടുത്ത് പഞ്ഞിക്കിടുമെന്നാ നികേഷ് പറയുമ്പോ സുധീഷ് ഏട്ടൻ ആരാന്ന് അറിഞ്ഞൂടെ നികേഷ്, എന്തിനാണ് വന്നതെന്ന് ചോദിച്ചാ അവര് പോലും ഞെട്ടുന്ന കിടിലെന്നൂണ പറയാൻ സുധീഷ് ഏട്ടനാണോ പ്രയാസം എന്ന് അടുപ്പ് കത്തിച്ചോണ്ട് ഹരീഷും ചോദിക്കുന്നുണ്ട്. അതും ശരിയാണ് എന്ന് നികേഷ് പറയുമ്പോഴേക്കും സുധീഷും തന്റെ ബൈക്കിൽ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ബൈക്കിന്റെ ശബ്ദം കേട്ട് 100 ആയിസ എത്തിയെന്ന് തോന്നുന്നു എന്ന് ഹരീഷും വിളിച്ചു പറയുകയാണ്. ബൈക്കിൽ നിന്നിറങ്ങിയ സുധീഷ് ഡാ എന്ന് വിളിക്കുമ്പോഴേക്കും സുധീഷ് ഏട്ടാ ബാക്കിലേക്ക് പോരെന്ന് നികേഷും വിളിച്ചു പറയുകയാണ്. ഇവിടാണോ പാചകമെന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും ചെറുക്കൻ എങ്ങനെയുണ്ട്, ഫോട്ടോ എടുത്തിട്ടുണ്ടോ എന്ന് നികേഷും ചോദിക്കുക. സുധീഷ് ഒരു കാര്യം നടത്താൻ തീരുമാനിച്ചാ അത് നടത്താൻ ഏതറ്റം വരെയും പോകുമെന്ന് നിനക്ക് അറിഞ്ഞൂടെടാ എന്ന് ചോദിക്കുമ്പോഴേക്കും ഫോട്ടോ എവിടെയെന്ന് നികേഷും ചോദിക്കുക. വെയിലെടുക്കുമ്പോഴേക്കും കാണിച്ചെന്ന് പറഞ്ഞ് ഹരീഷും ഓടി വരുന്നുണ്ട്. ആ ഫോട്ടോ നോക്കുമ്പോഴേക്കും പോരല്ല നികേഷ് എന്ന് ഹരീഷും പറയുന്നുണ്ട്. അവൾക്ക് ചേരുന്നത് സുഭാഷ് ഏട്ടൻ തന്നെയാ, എന്ത് ചെയ്യാം, നമ്മുടെ നാട്ടിലെ പെണ്ണിനും ചെറുക്കനും മാത്രം ഇഷ്ടപ്പെട്ടാ പോരല്ലോ, പെണ്ണിന്റെ അമ്മയ്ക്കും ചെറുക്കന്റെ അമ്മയ്ക്കും അമ്മായിക്കും കൊച്ചമ്മയ്ക്കും വല്യമ്മയ്ക്കും എല്ലാവർക്കും ഒരുമിച്ച് ഇഷ്ടാവണ്ടേ, അല്ലെങ്കിൽ നമ്മൾ ചെയ്ത പോലെ ഒളിച്ചോടി കല്യാണം കഴിക്കണം അല്ലേ നിധി എന്ന് നിധിയോടായി സുധീഷ് ചോദിക്കുമ്പോഴേക്കും ഹലോ എന്താ പറഞ്ഞേ എന്ന് ദേഷ്യത്തോടെ നിധിയും ചോദിക്കുന്നുണ്ട്. അയ്യോ ഞാൻ നമ്മളെപ്പറ്റി പറഞ്ഞതല്ല, അങ്ങനെ വിവാഹം കഴിക്കുന്ന ഒരാളായ മതിയെന്ന് ചിന്തിച്ചതുകൊണ്ട് എനിക്കത് പ്രശ്നമില്ലെന്നാ പറഞ്ഞത്, പക്ഷേ സുഭാഷ് ഏട്ടൻ അങ്ങനെയല്ലല്ലോ എന്ന് സുധീഷും പറയുന്നു. നിധിയും ആ ഫോട്ടോ വാങ്ങി നോക്കിക്കൊണ്ട് എന്നിട്ടും ഇത്രയും ആളുകളുടെ ഇടയിൽ പോയി ഇതെങ്ങനെ എടുത്തു, അവരാരും കണ്ടില്ലെന്ന് സംശയത്തോടെ അവൾ ചോദിക്കുമ്പോൾ എന്റെ ഏടത്തി സുധീഷ് ഏട്ടൻ ഒരു കാര്യം ഏറ്റെടുത്താ അത് നടന്നൊന്ന അർത്ഥം എന്ന് നികേഷും സപ്പോർട്ട് ചെയ്യുന്നു. അത് ഏറ്റവും നന്നായി അറിയുന്ന ആളോട് തന്നെ നീ ഇത് പറയണം, അന്ന് രജിസ്റ്റർ മാരേജിന് വരാൻ നിന്ന ആ ഓസ്ട്രേലിയൻ കങ്കാരുവിനെ ആരും അറിയാതെ പൊക്കാൻ കഴിഞ്ഞ എനിക്കാണോ ഇതിന് പാട് എന്ന് സുധീഷ് ചോദിക്കുമ്പോഴേക്കും സുഭാഷും അങ്ങോട്ട് എത്തുന്നുണ്ട്. സുഭാഷേട്ടൻ വന്നേ, സുധീഷ് ഏട്ടൻ ആരുടെ ഫോട്ടോയും കൊണ്ടാ വന്നിരിക്കുന്നത് നോക്കിക്കേ എന്ന് നികേഷ് പറയുമ്പോ ലോകത്തിലെങ്ങും കിട്ടാത്ത ഒരാളെയാണ് മോൾക്ക് കണ്ടുപിടിച്ചു കൊടുത്തിരിക്കുന്നെന്ന് ഭാവമായിരുന്നല്ലോ അവർക്ക് എന്ന് പറഞ്ഞ് ആ ഫോട്ടോ നോക്കാനായി പറയുന്നുണ്ട് സുധീഷ്. വേണ്ടടാ എങ്ങനെ ഇരുന്നാൽ എന്താന്ന് സുഭാഷ് ചോദിക്കുമ്പോ നോക്ക് സുഭാഷ് ഏട്ടെന്ന് പറഞ്ഞ് സുധീഷ് നിർബന്ധിക്കുമ്പോ നികേഷ് അവരുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. സുഭാഷ് അത് നോക്കിക്കൊണ്ട് ഇത്തിരി കൂടി നല്ല പയ്യനെ കണ്ടുപിടിക്കാമായിരുന്നല്ലേ, ഈ പയ്യൻ സുനന്ദയ്ക്ക് ചേരുന്ന പോലെ തോന്നില്ലെന്ന് പറയുമ്പോ ഞങ്ങളും അത് തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നേ, ഇപ്പൊ സുഭാഷ് ഏട്ടൻ ഹാപ്പി ആയില്ലേന്ന് സുധീഷ് ചോദിക്കുന്നുണ്ട്. ഞാൻ എന്തിനു ഹാപ്പി ആവണം, എടാ അവളൊരു നല്ല കുട്ടിയാ, ഇത്തിരി കൂടി നല്ല ചെറുക്കനാവായിരുന്നു എന്ന് മാത്രം. പാചകം എന്തായിന്ന് സുഭാഷ് ചോദിക്കുമ്പോ തുടങ്ങിയെന്ന് ഹരീഷും. ഞാൻ തന്നെ ചെയ്തോളാം നീ ഒന്ന് മാറിക്കെന്ന് സുഭാഷ് പറയുമ്പോ സുഭാഷ് ഏട്ടാ എന്ന് താക്കിയതോടെ നിധിയും വിളിക്കുക. മോളെ നിധി എന്തെങ്കിലും ചെയ്യുമ്പോഴാ എനിക്ക് സന്തോഷം, നിങ്ങളെല്ലാം കഴുകി അരിഞ്ഞ് റെഡിയാക്കി വെച്ചില്ലേ, ഇനി ഞാൻ നോക്കിക്കോളാം, 1 മണിക്കൂർ കഴിയുമ്പോൾ ബിരിയാണി കഴിക്കാനായി എല്ലാവരും വന്നാ മതി അല്ലെന്ന് പറയുമ്പോഴേക്കും അതാ നല്ലതെന്ന് പറഞ്ഞ് നികേഷും എണീക്കുക. നികേഷ് എന്ന് താക്കിയതോടെ നിധി വിളിക്കുമ്പോ അറിയാത്ത പണിയെടുത്ത് വയറ് കേടാക്കണോ, സുഭാഷ് ഏട്ടൻ ഓക്കെയാണ്, സുഭാഷ് ഏട്ടൻ ഉണ്ടാക്കിക്കോളും അല്ലേ എന്ന് നികേഷ് ചോദിക്കുമ്പോ അതെ എന്ന് സുഭാഷ്. അതെ സുഭാഷ് ഏട്ടനെ ഫ്രീ ആയി വിടാം, നമുക്ക് പോവാമെന്ന് പറഞ്ഞ് സുധീഷ് എല്ലാവരെയും വിളിച്ചോണ്ട് പോവുകയാണ്. ഹോളിലേക്ക് എത്തുമ്പോഴേക്കും നികേഷും പറയുന്നുണ്ട് സംഭവം ഏടത്തി ഉണ്ടാക്കാമെന്ന് പറഞ്ഞെങ്കിലും എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, ഇപ്പൊ സുഭാഷ് ഏട്ടൻ ഓക്കെ ആയി, അത് ഏറ്റെടുത്തപ്പോ എനിക്ക് സമാധാനമായി എന്ന്. സുഭാഷ് ഏട്ടൻ ഓക്കെ ആയതാണോ അതോ വെറുതെ പറയുന്നതാണോ എന്ന് നിധി ചോദിക്കുമ്പോ അതിനല്ലേ ഞാൻ ഇത്ര റിസ്ക് എടുത്ത് അവിടം വരെ പോയി ഫോട്ടോ എടുത്ത് കൊണ്ടുവന്നത് എന്ന സുധീഷിന്റെ സംസാരം ഉമ്മറത്ത് ചാരുക്കസേരി കിടക്കുകയായിരുന്ന അച്ഛനും ശ്രദ്ധിക്കുന്നുണ്ട്. ആ പയ്യനെ കണ്ട് അവൻ കാണാനത്ര പോരാന്ന് മനസ്സിലായപ്പോ സുഭാഷ് ഏട്ടൻ പകുതി ഓക്കെ ആയി, ഇനിയിപ്പോ ബിരിയാണി കൂടി റെഡിയാക്കി കഴിയുമ്പോ പുള്ളി ഫുള്ളും ഓക്കെ ആവും എന്ന് സുധീഷ് പറയുമ്പോ ആ ഫോട്ടോ കണ്ട സുഭാഷ് ഏട്ടൻ ഓക്കെ ആവുന്നത് എങ്ങനെ എനിക്ക് മനസ്സിലായില്ല, സുനന്ദയെ വേറൊരാളുടെ കൂടെ കാണുമ്പോ സങ്കടം കൂടുകയല്ലേ ഉള്ളൂ എന്ന് നിധി ചോദിക്കുമ്പോ അത് നിധിക്ക് ആണുങ്ങളുടെ മനഃശാസ്ത്രം അറിയാത്തോണ്ടാ എന്ന് സുധീഷും ഒന്ന് പറഞ്ഞ് കേൾക്കട്ടെ എന്ന് നിധി. അതായത് സുഭാഷ് ഏട്ടനെ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ മറ്റൊരാള് വിവാഹം കഴിച്ചു കഴിയുമ്പോ സങ്കടം തോന്നുമല്ലോ, പക്ഷേ തന്നെക്കാളും മോശമായ ഒരാളാണ് വിവാഹം കഴിക്കുന്നതെന്ന് അറിയുമ്പോ ഒരു ചെറിയ സങ്കടം തോന്നും അല്ലേടാ ഹരീഷേ എന്ന് സുധീഷ് ചോദിക്കേ ഇയാൾ എന്തിത് എന്ന് ഹരീഷും ചോദിക്കുന്നുണ്ട്. എന്നാ
അങ്ങനെ ഉണ്ട് എന്ന് ദേഷ്യത്തോടെ സുധീഷും. അതുകൊണ്ട് കുക്ക് ചെയ്യാൻ തുടങ്ങിയതാണോ എന്ന് നികേഷ് ചോദിക്കുമ്പോൾ, ഇത്രകാലം സുഭാഷ് ഏട്ടന്റെ കൂടെ ജീവിച്ചിട്ടും നിങ്ങൾക്ക് സുഭാഷ് ഏട്ടന്റെ മനസ്സ് പിടികിട്ടിയില്ല അല്ലേ? അങ്ങനെ സന്തോഷം തോന്നണമെങ്കിലേ തന്റെ അത്ര കാണാൻ കൊള്ളാത്ത ഒരാളെ വിവാഹം കഴിച്ചോണ്ട് സുനന്ദയ്ക്ക് ഒരു പണി കിട്ടിയെന്ന് വിചാരിക്കുന്ന ആളാവണം സുഭാഷ് ഏട്ടൻ. അത് സുധീഷ് ചിലപ്പോൾ വിചാരിക്കും, സുഭാഷ് ഏട്ടൻ അങ്ങനെ ചിന്തിക്കില്ല എന്ന് നിധി പറയുമ്പോ, അങ്ങനെയാണെങ്കിൽ സുഭാഷ് ഏട്ടൻ അങ്ങനെ പറഞ്ഞ എന്തിനാ എന്ന് സുധീഷും ചോദിക്കുന്നു. സുനന്ദയ്ക്ക് ഇത്തിരി കൂടി നല്ലൊരാളെ കിട്ടിയിരുന്നെങ്കിൽ നന്നായി എന്നാ പറഞ്ഞത്. അവിടെയും ഉള്ളിലുള്ള സ്നേഹമാ പുറത്തു വരുന്നത്, അല്ലാതെ നിങ്ങൾ പറഞ്ഞ പോലെയുള്ള സന്തോഷമല്ല എന്ന് നിധി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുന്ന അച്ഛനെ കാണിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.